ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് വൈഗോട്സ്കിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളെ കുറിച്ചിട്ടും അതുപോലെ വൈഗോട്സ്കി എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനെ കുറിച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അപ്പോൾ വൈഗോട്സ്കി, ജീൻ പിയാഷെ, അതുപോലെ തന്നെ ബ്രൂണർ, കോൾബർഗ് തുടങ്ങിയ നിരവധി മനഃശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ കാറ്റഗറി 1 നോക്കുകയാണെങ്കിൽ കോൾബർഗ്, പിയാഷെ, അതുപോലെ തന്നെ വൈഗോട്സ്കി, ഇവർ മൂന്നാളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ZPD എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ZPD എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന്. ഒരു കുട്ടിക്ക് സഹായമില്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഒരു അന്തരത്തെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പിക്ചറൊക്കെ അത് വെച്ച് പഠിക്കാനുണ്ടായിരുന്നു. ZPD എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ ZPD എന്ന് പറയുന്ന ആശയം വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്കഫോൾഡിങ്, കൈത്താങ്ങ് അല്ലേ. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു സ്കഫോൾഡർ ആയിരിക്കണം. കുട്ടിക്ക് ഒരു കൈത്താങ്ങ് നൽകുന്ന, ഒരു താങ്ങ് നൽകുന്ന ആളായി നിൽക്കണം. ഒരു കുട്ടിക്ക് പുതിയൊരു കാര്യം പഠിക്കാൻ നൽകുന്ന താൽക്കാലികമായ സഹായം ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സഹായം പിൻവലിക്കുന്നു അല്ലെ. ഒരു കുട്ടിക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താങ്ങായി നിൽക്കുകയാണ്. താൽക്കാലികമായ സഹായം എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കുട്ടി തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. കുട്ടിക്ക് ഒരു കൈത്താങ്ങിനായിട്ട് താൽക്കാലികമായ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നിൽക്കുന്നതാണ് സ്കഫോൾഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കഫോൾഡിങ്ങും വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ആണ് MCO എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത്. കുട്ടിയേക്കാൾ അറിവോ കഴിവോ ഉള്ള വ്യക്തി. ഇപ്പോൾ നമ്മൾ അധ്യാപകൻ, രക്ഷിതാവ്, സഹപാഠി, ചിലപ്പോൾ കുട്ടിയുടെ ക്ലാസ്സിലുള്ള മറ്റൊരു കുട്ടി തന്നെ ആ കുട്ടിയേക്കാൾ അറിവുള്ള ഒരു ആളായിരിക്കാം അല്ലേ. കുട്ടിയേക്കാൾ അറിവുള്ള വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുക്കളെ, ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഇതിൽ പെടുന്നതാണ്. കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ നമുക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്ന മറ്റ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള മറ്റ് സാധനങ്ങളെല്ലാം ഇതിൽ വരും. അതുകൂടാതെ അധ്യാപകൻ അല്ലെങ്കിൽ രക്ഷിതാവ് അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടിയേക്കാൾ കുറച്ചുകൂടി ഒരു ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെങ്കിൽ അറിവുള്ള മറ്റൊരു കുട്ടി, ഇത്തരത്തിലുള്ള ഒരു ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടിയേക്കാൾ കൂടുതൽ അറിവുള്ള മറ്റു വ്യക്തികളെയോ സാഹചര്യങ്ങളെയാണ് നമ്മൾ മോർ നോളജബിൾ അതേഴ്സ് എന്ന് പറയുന്നത്. MCO എന്നാണ് ചുരുക്കപ്പേര്. ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഭാഷയെ കുറിച്ചിട്ടും ചിന്തയെ കുറിച്ചിട്ടും എന്താണ് വൈഗോട്സ്കി പറഞ്ഞത്? വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയും ചിന്തയും ആദ്യം വെവ്വേറെയാണ്, പിന്നീട് ഭാഷ ചിന്തയുടെ ഭാഗമാകുന്നു. സ്വയം സംസാരം, പ്രൈവറ്റ് സ്പീച്ചൊക്കെ ആരുടേതാണ്? വൈഗോട്സ്കിയുടെയാണ്. സ്വയം സംസാരം കുട്ടിയുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്നത് ചിന്തയും ഭാഷയും തമ്മിൽ ബന്ധമില്ല, രണ്ടും രണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം പിന്നീട് ഭാഷ ചിന്തയുടെ പിന്നീടാണ് ഭാഷ ചിന്തയുടെ ഭാഗമാകുന്നത്. ആദ്യം ചിന്തയുടെ ഭാഗമല്ലായിരിക്കും ഭാഷ, പിന്നീട് ഭാഷ ചിന്തയുടെ ഭാഗമാകുന്നു. സ്വയം സംസാരം കുട്ടിയുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? വൈഗോട്സ്കി പറയുന്നത്. ഭാഷയും ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാഷയും ചിന്തയും രണ്ടും രണ്ടാണ്, വെവ്വേറെയാണ്. ആദ്യം തന്നെ എന്താണ്? ഭാഷ ചിന്തയുടെ ഭാഗമാകുന്നില്ല, പിന്നീടാണ് ഭാഷയും ചിന്തയും തമ്മിൽ ബന്ധപ്പെടുന്നത്. നമ്മൾ പറയില്ലേ, കുട്ടി ചിന്തിക്കുന്നു, അത് ഭാഷയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ ഭാഷയിലേക്ക് ചിന്തയെ കൊണ്ടുവരുന്നത് പിന്നീടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടും വേറെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ചിട്ട്, അതുപോലെ MCO, അതുപോലെ സ്കഫോൾഡിങ്, ZPD തുടങ്ങിയ ആശയങ്ങളെല്ലാം ആരുടേതാണ്? വൈഗോട്സ്കിയുടെയാണ്. ലാംഗ്വേജിനെ കുറിച്ച് വൈഗോട്സ്കി പറഞ്ഞത് ചിന്തയും ഭാഷയും രണ്ടും വെവ്വേറെയാണ് എന്നാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ പിന്നീടാണ് ഭാഷ ചിന്തയുമായി ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ചിന്തയും ഭാഷയും തമ്മിൽ ചേരുന്നത് പിന്നീടാണ് ആ ഒരു പരിവർത്തനം സംഭവിക്കുന്നതെന്നാണ് വൈഗോട്സ്കി പറഞ്ഞു വെക്കുന്നത്.
അടുത്തതായി നമുക്ക് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം, വൈഗോട്സ്കിയുടെ സിദ്ധാന്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാമൂഹിക സാംസ്കാരിക വികാസ സിദ്ധാന്തം അല്ലെ? സാമൂഹിക സാംസ്കാരിക വികാസ സിദ്ധാന്തം എന്നാണ് വൈഗോട്സ്കിയുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത്. ഒരു കുട്ടിക്ക് സ്വയം ചെയ്യാൻ കഴിയാത്തതും മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്നതുമായ വികസന മേഖല ഏതാണ്? ZBD ആണല്ലേ. ഒരു കുട്ടിക്ക് സ്വന്തം ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യത്തെയും മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യത്തെയും കൂടി ഒരു പിക്ചറിൽ കാണിക്കുകയാണ്, തലങ്ങളായിട്ട് കാണിച്ചേക്കുവാണത്. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടിയുടെ പഠനത്തിന് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നത് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ അധ്യാപകനോ അല്ലെങ്കിൽ രക്ഷിതാവോ ഒന്നുമല്ല, സാമൂഹിക ഇടപെടലാണെന്നാണ്, സോഷ്യൽ ഇന്ററാക്ഷൻ ആണെന്നാണ് അല്ലെ. അദ്ദേഹത്തിന്റെ തിയറി തന്നെ എന്താണ്? സാമൂഹിക വികസന സിദ്ധാന്തമാണ്, സാമൂഹിക വികാസ സിദ്ധാന്തമാണ്. അപ്പോൾ കുട്ടിയുടെ പഠനത്തിന് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ അത് സാമൂഹിക ഇടപെടലുകളാണ്, സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. പുതിയൊരു കാര്യം പഠിക്കാൻ അധ്യാപകനോ മുതിർന്നവരോ നൽകുന്ന താൽക്കാലിക സഹായം എന്താണ്? സ്കഫോൾഡിംഗ് ആണ് അല്ലെ, കൈത്താങ് നൽകുക. പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകനോ അല്ലെങ്കിൽ രക്ഷിതാവോ കുട്ടിക്ക് നൽകുന്ന ഒരു താൽക്കാലിക സഹായമാണ് സ്കഫോൾഡിങ്. ചിലപ്പോൾ സഹപാഠിക്കും സ്കഫോൾഡറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എപ്പോഴും സ്കഫോൾഡറായി നിൽക്കണമെന്നാണ് പറയുന്നത്. കുട്ടിയേക്കാൾ അറിവുള്ള വ്യക്തിയെ മോർ നോളജബിൾ അതർ അല്ലെ, വൈഗോട്സ്കി എങ്ങനെ വിശേഷിപ്പിച്ചു? MKO എന്ന് വിശേഷിപ്പിച്ചു. നെക്സ്റ്റ്, കുട്ടികൾ സ്വന്തം പ്രവർത്തികളെ നിയന്ത്രിക്കാൻ നടത്തുന്ന സംസാരത്തെ എന്താണ് വിളിക്കുന്നത്? എങ്ങനെയാണ് വിളിക്കുന്നത്? സ്വയം സംസാരം, പ്രൈവറ്റ് സ്പീച്ച് എന്നാണ്. ഇതിനൊക്കെ പല പല തലങ്ങൾ, കുട്ടിയുടെ ഭാഷണത്തിന് അദ്ദേഹം ഓരോ തലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ്, ആദ്യത്തേതാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. കുട്ടികൾ സ്വന്തം പ്രവർത്തികളെ നിയന്ത്രിക്കാൻ നടത്തുന്ന സംസാരം. കുട്ടികൾ സ്വന്തം പ്രവർത്തികളെ നിയന്ത്രിക്കാൻ അല്ലെ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ ചിലപ്പോൾ വേണ്ടാത്തതായിരിക്കാം, ചിലപ്പോൾ വേണ്ടുന്നതായിരിക്കാം, ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്കത് ചെയ്താൽ അനുകൂലമല്ലായിരിക്കാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളുടെ ശാരീരികപരമായിട്ട് മാനസികപരമായിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് പറയും, നീ ഇത് ചെയ്യണ്ട, അല്ലെങ്കിൽ നീ ഇത് ചെയ്യണം. അത് ചിലപ്പോൾ തെറ്റാവാം, ശരിയാകാം. അത്തരത്തിലുള്ളതാണ് എന്താണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. കുട്ടികൾ സ്വന്തം പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ നടത്തുന്ന സംസാരത്തെ പ്രൈവറ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നു. ഭാഷയും ചിന്തയും ആദ്യം എങ്ങനെയാണ് വികസിക്കുന്നത്? സ്വതന്ത്രമായാണ് വികസിക്കുന്നത്. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ പഠനത്തിന്റെ അടിസ്ഥാനം എന്താണ്? സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളാണ് പഠനത്തിന്റെ അടിസ്ഥാനം എന്ന് അദ്ദേഹം പറഞ്ഞു. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ പഠനത്തിന്റെ അടിസ്ഥാനം സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈഗോട്സ്കിയുടെ സിദ്ധാന്തം ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? സഹകരണ പഠനം അല്ലെ, കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. വൈഗോട്സ്കിയുടെ സിദ്ധാന്തം ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? സഹകരണ പഠനമാണ്. ഒരു കുട്ടി കളികളിലൂടെയും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെയും പഠിക്കുന്നതിനെ വൈഗോട്സ്കി എങ്ങനെ കാണുന്നു? സാമൂഹിക പഠനം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. കളികളിലൂടെ പഠിക്കുന്നത്, അതുപോലെ മറ്റുള്ള കുട്ടികളുമായി ഇടപെട്ട് സംഘം ചേർന്ന് പഠിക്കുന്നതിനെയൊക്കെ സാമൂഹിക പഠനം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത് ഭാഷയാണ്. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം, വികാസം സാധ്യമാകുന്നതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം ലാംഗ്വേജ് ആണ്, ഭാഷയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്ക് നൽകുന്ന സ്കഫോൾഡിംഗ് എപ്പോൾ പിൻവലിക്കണം? കുട്ടി ലക്ഷ്യത്തിലെത്തുമ്പോൾ അത് പിൻവലിക്കാവുന്നതാണ്. പിയാഷെയിൽ നിന്ന് വൈഗോട്സ്കി എങ്ങനെ വ്യത്യസ്തനാകുന്നു? സാമൂഹിക ഘടകങ്ങൾക്കാണ് ആര് പ്രാധാന്യം കൊടുത്തത്? വൈഗോട്സ്കി പ്രാധാന്യം കൊടുത്തത്. സാമൂഹിക ഘടകങ്ങൾക്കാണ് വൈഗോട്സ്കി പ്രാധാന്യം കൊടുത്തത്. വൈഗോട്സ്കിയുടെ സിദ്ധാന്ത പ്രകാരം അറിവ് നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? സാമൂഹിക പശ്ചാത്തലത്തിൽ. സാമൂഹികപരമായിട്ട് നിങ്ങൾ സോഷ്യലി ആലോചിക്കുക.
സാമൂഹിക വികസന സിദ്ധാന്തമാണ് ആരുടേത്? വൈഗോട്സ്കിയുടേത്. അപ്പൊ സാമൂഹികപരമായിട്ടുള്ള സഹകരണപരമായിട്ടുള്ള പഠനം, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകൾ, മറ്റുള്ള ആളുകളായിട്ട് ചേർന്നുള്ള കളികൾ പഠനം, അതുപോലെ തന്നെ സ്കഫോൾഡിങ്, ZPD, ഒരാൾ കൈത്താങ് നൽകുന്ന രീതിയിൽ, ഇതെല്ലാം തന്നെ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വൈഗോട്സ്കിയുടെ സിദ്ധാന്ത പ്രകാരം അറിവ് നിർമ്മിക്കപ്പെടുന്നത് സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുമാണ്. കുട്ടിയുടെ പഠനത്തിൽ കളിക്ക് എന്ത് സ്ഥാനമാണുള്ളത്? നിർണായകമായ വികാസ പങ്ക് ഇവിടെയുണ്ട്. അടുത്തതായിട്ട് MKO ഒരു വ്യക്തി തന്നെ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. കുട്ടിയേക്കാൾ അറിവുള്ള വ്യക്തികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യമോ സംഭവമോ എന്തുമാകാം അല്ലെ, കുട്ടിയേക്കാൾ അറിവ് കൂടുതലുള്ളതായിരിക്കണം. അതൊരു പുസ്തകമോ കമ്പ്യൂട്ടറോ ഒക്കെ ആയി മാറാനുള്ള സാധ്യതകളുണ്ട്. MKO കുട്ടിയേക്കാൾ അറിവ് കൂടുതലുള്ളവയാണ്. വൈഗോട്സ്കിയുടെ സിദ്ധാന്തം എന്തിനെയാണ് അമിതമായി ഊന്നൽ നൽകുന്നത്? സാംസ്കാരിക സ്വാധീനത്തെയാണ്. വൈഗോട്സ്കിയുടെ സിദ്ധാന്തം സാംസ്കാരിക സ്വാധീനത്തെയാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. സ്വയം സംസാരം, പ്രൈവറ്റ് സ്പീച്ച് കുട്ടിയുടെ ഏത് കഴിവ് മെച്ചപ്പെടുത്തുന്നു? സ്വയം നിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ ആണ്, സ്വയം നിയന്ത്രണമാണ്. പ്രൈവറ്റ് സ്പീച്ച് കുട്ടിയുടെ സ്വയം നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നു. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പഠനവും വികാസവും തമ്മിലുള്ള ബന്ധത്തെ വൈഗോട്സ്കി എങ്ങനെ കാണുന്നു? പഠനം വികാസത്തിന് മുന്നേ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. പഠനവും വികാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വൈഗോട്സ്കി എന്താണ് പറയുന്നത്? പഠനം വികാസത്തിന് മുന്നേ തന്നെ സഞ്ചരിക്കുന്നു. വികാസത്തിന് മുന്നേ തന്നെ വികാസവും പഠനവും ഇത്ര രീതിയിൽ വികാസമുള്ളൊരു വ്യക്തിക്ക് ഇത്ര രീതിയിൽ പഠിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല അല്ലെ. പഠനം വികാസത്തിന് മുന്നേ സഞ്ചരിക്കുന്നു. വികാസം സാധ്യമാകുന്നതിന് മുന്നേ തന്നെ പഠനം സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ പഠനം വികാസത്തിന് മുന്നേ സഞ്ചരിക്കുന്നു. സഹപാഠികൾ തമ്മിലുള്ള പഠനം, പിയർ ട്യൂട്ടറിംഗ്, വൈഗോട്സ്കിയുടെ ഏത് ആശയത്തിന്റെ ഭാഗമാണത്? സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ ZPDയുമായി ബന്ധപ്പെട്ടതാണ് സഹപാഠികൾ തമ്മിലുള്ള പഠനം എന്ന് പറയുന്നത്. സ്കഫോൾഡിങ്ങിലും അത് ഉൾപ്പെടുന്നു, ZPDയിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വൈഗോട്സ്കിയെ കുറിച്ചിട്ടാണ് നോക്കിയത്. വൈഗോട്സ്കി എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ആശയങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളുമാണ് നോക്കിയത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയ ഘട്ടങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും പഠിക്കാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്